കൂടുതൽ വിശദാംശങ്ങളുമായി YS അഭിനന്ദ് കൂടിയുണ്ട്. അഭിനന്ദിന് എന്താണ് കൂടുതലായി നൽകാനുള്ള വിവരങ്ങൾ? അഭിനന്ദ് തിരുവാണിയൂരിലാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ഇപ്പോൾ ആ പരിസരത്തൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ എന്താണ് പറയാനുള്ളത്? അനുജ, തിരുവാണിയൂരിലെ ഈ കുട്ടിയുടെ വീടിന് അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അംഗൻവാടിയുടെ മുന്നിലാണ് നമ്മളുള്ളത്. അംഗൻവാടി ടീച്ചറിന്റെ പ്രതികരണത്തിനാണ് നമ്മളിപ്പോൾ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനും തന്നെ അംഗൻവാടി ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നൽകുമെന്നാണ് പറഞ്ഞത്. ആദ്യ ഘട്ടത്തിൽ തന്നെ അംഗൻവാടി ടീച്ചർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 മാസത്തിന് മുൻപ് ഒരു തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. അതിന് പിന്നീട് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം സാധാരണ നിലയിലേക്ക് കുടുംബം വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു അംഗൻവാടി ടീച്ചർ സൗമ്യ അന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും അംഗൻവാടി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ മാറിയിട്ടില്ല. ഈ കുടുംബത്തിനുള്ള ആളുകൾ, അതുപോലെ തന്നെ ബന്ധുക്കൾ, അയൽവാസികളോടൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന പ്രതി പോലും അത്തരത്തിലേക്ക് കുട്ടിയുമായി യാതൊരു വിധമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് ചൂഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇന്നലെ അവർ മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. ഇത്തരത്തിലേക്ക് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു തരത്തിൽ അവർ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നും ഇപ്പോൾ അയൽവാസികളും ബന്ധുക്കളും വ്യക്തമാക്കുന്നു. ഇന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബീനയോട് സംസാരിച്ചിരുന്നു. അവരായിരുന്നു ഈ പ്രശ്നങ്ങളിലൊക്കെ തന്നെ മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരുന്ന ജനപ്രതിനിധി നിലയിൽ ഇടപെടൽ നടത്തിയതും അവർ തന്നെയായിരുന്നു. അവർ പറയുന്നതും ഈ കുട്ടിയുമായി വലിയ രീതിയിലുള്ള ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു ഈ പ്രതി. കുട്ടിയുടെ സുഹൃത്തിനെ പോലെ ഇപ്പോഴും അംഗൻവാടി കൊണ്ടുവിടുന്ന ആൾ, അങ്ങനെ അടുത്ത ബന്ധു എന്ന നിലയിൽ വലിയ രീതിയിൽ തന്നെ സൗഹൃദം കാത്തു സൂക്ഷിച്ച ഒരാളുടെ ഭാഗത്തുനിന്ന് ഇത്ര വലിയൊരു ചതി, ഇത്ര വലിയൊരു കൊടും ക്രൂരത ഉണ്ടായത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ പ്രതി ഇവിടേക്ക് എത്തിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നും ചില നാട്ടുകാരുണ്ടാകുന്നു. അത്തരത്തിലെ ആ കൊടും ക്രൂരത അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ ഏറ്റുവാങ്ങണമെന്നും അയൽവാസികളും ബന്ധുക്കളും ഒപ്പം പറയുന്നു. ഇപ്പോഴും ആ നടുക്കത്തിൽ നിന്ന് ആ കുടുംബം മാറിയിട്ടില്ല. അച്ഛൻ ഈ സമയം തൊട്ട് കരയാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ആ കരച്ചിൽ നിർത്തിയിട്ടില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തന്റെ അടുത്ത ബന്ധു ഇത്തരത്തിലേക്ക് ഒരിക്കലും ചെയ്യില്ല എന്നാണ് അച്ഛനും വിശ്വസിക്കുന്നത്. അച്ഛനും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് വലിയ നാടകീയ സംഭവ വികാസങ്ങളായിരുന്നു. ആ സമയത്ത് മാധ്യമങ്ങൾക്ക് പോലും ഇത്തരത്തിലേക്കൊരു സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള സൂചന പോലും ലഭിച്ചിരുന്നില്ല. എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നീണ്ട മണിക്കൂറത്തെ ചോദ്യം ചെയ്യലായിരുന്നു സന്ധ്യ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു. തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും എത്തിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ ആലുവ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ, പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷമാണ് പിന്നീട് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ച് റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ സമയത്ത് തന്നെ ഒരു പക്ഷേ വന്നിരിക്കാം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ പോലീസ് ഈ സ്ഥലത്തെത്തി ഇവരെ 3 പേരെ, അടുത്ത ബന്ധുക്കളായ 3 പേരെയായിരുന്നു ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തത്. പിന്നെ ഇന്നലെയോടുകൂടിയാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞതിൽ നിന്ന് പിന്നീട് മാറി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്.